ഹലോ മൈ ഗൈസ്, ഇന്ന് നമ്മൾ രാവിലെ തന്നെ ആലിയാക്കാനെ കടയിൽ പോവാം. അപ്പൊ വണ്ടിയിൽ എണ്ണ ഉണ്ടോ കേട്ടോ, പടച്ച റബ്ബ് കഴിഞ്ഞാഴ്ചക്ക് 30 റുപ്യ അടിച്ചാണ്. എന്നിട്ട് ഞാൻ നേരെ പോയത് ആലിയാക്കാനെ കടയിലേക്ക്. നമ്മളങ്ങനെ കടയിലേക്ക് എത്തി പോത്തി എന്നിട്ട് നമ്മൾ ബാലൻസ് മൂപ്പര് പണ്ടേ അവിടെ വെച്ചിരിക്കണം. നമ്മൾ കണ്ടില്ല, ആ സൈഡിൽ നിൽക്കുന്ന 10 റുപ്യ നമ്മളത്. എന്നിട്ട് ആ പോതി അങ്ങനെ നമ്മൾ അനിയന്റെ കൈ കൊടുത്ത് നമ്മളങ്ങനെ പോയത് കോളേജിൽ. ഒരു ഡൗട്ട് ഉണ്ടാവും ആ പൊതിയിൽ പൊറാട്ടാണ് ഗൈസ്. അപ്പോൾ ഇപ്പൊ ഒരു ഡൗട്ട് ഉണ്ടാവും എല്ലാവർക്കും, ആ പൊറാട്ട ആർക്കില്ലതാണ്, എനിക്കില്ലതാണോ? അങ്ങനെ ചോദിച്ചാ അല്ല, അങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ആ പൊറാട്ടയിൽ 2 എണ്ണം ഞാൻ തിന്നു. ഫൈനലി ഞാൻ കോളേജിൽ എത്തി. കോളേജിൽ നിന്ന് സാറ് പറഞ്ഞു വെളിയിലെ പോടാം. അപ്പൊ ജയിലിനുള്ളിൽ നമ്മൾ മച്ചന്മാർ ഓല സൈഡിൽ കൂടി എത്തി നോക്കി ഞാൻ പോയ മാതിരിയെ തിരിച്ച് പെരിക്കും. പിന്നെ ഞാൻ പോയത് മൈൻഡ് റിലാക്സ് ആക്കാൻ പാടത്തേക്കാണ് ഗൈസ്. പാടത്തിൽ ഞാൻ കണ്ടത് കാക്കനി ഒരു പോത്തിനെയാണ് ഗൈസ്. പിന്നെ ആ സൈഡിൽ നിന്ന് നമ്മൾ അനിയനും പറഞ്ഞു നമ്മൾ ടീംസ് ഉണ്ട് അവിടെ എജ്ജ് പോരും. നമ്മൾ അനിയൻ പകുതിക്കത്തപ്പോൾ എന്തൊക്കെയായി ഹനുമാന്റെ ഒരു ഗതെടുത്തെറിയാണ് ഗൈസ്. നമ്മൾ പോയത് കറക്റ്റ് ടൈം. നമ്മൾ പോയത് ഒരു മീനിനെ പിടിക്കലോ ഞാൻ മാത്രം കണ്ടാൽ മതിയല്ലോ, നിങ്ങളും കാണണല്ലോ പറഞ്ഞിട്ട് ആ മീനെടുത്ത് പിന്നെ ഞാൻ തോട്ട് കിട്ടു ഗൈസ്. എന്നിട്ട് ചെക്കന്മാരൊക്കെ ഞാൻ പറഞ്ഞു മീനിനെ പിടിക്കണവരെ അഭിനയിക്കടാന്ന്. ഓനാണെങ്കിൽ ജീവിച്ച് കാണിച്ചാണ് ഗൈസ്. അത് നോക്കുകയാണെങ്കിൽ അവന്റെ ആക്ടിങ് ഓനക്കാണ് ഓസ്കാർ കൊടുക്കേണ്ടത് ഗൈസ്. ഓന്റെ വിചാരം ഇത് കണ്ടിട്ട് അവനെ സിനിമക്ക് എടുക്കുന്ന നമുക്ക് നോക്ക് ഗൈസ്. എപ്പോഴും മീനെ ഗൈസ് പിടിച്ചിരിക്കുന്നവന്. അപ്പൊ ഗൈസ് പിന്നെ അവന്റെ കയ്യിൽ നിന്ന് ആ മീന് തോട്ട് വീണു. ചെക്കന്മാർ ഒരു കോരിൽ അങ്ങോട്ട്, പിന്നെ 2ാമത്തെ കോരിൽ ഇങ്ങോട്ട്. സാധനം കിട്ടിയില്ല ഗൈസ്. ഓലെടുത്ത തുണി പറഞ്ഞ മീൻ പിടിച്ചാൻ പറ്റിയ തുണി. ഫൈനലി ആ മീൻ തന്നെ വെറുത്ത് ഗൈസ്. ഇതിനെ കജ്ജായിട്ട് പിടിച്ചു കയറി. പിന്നെ ചെക്കന്മാർ വിടുവോ, കിട്ടിയ ചാൻസ് മുതലെടുത്ത് ഗൈസ്. ഞാൻ വിചാരിച്ചു ഇത് 1ാമത്തെ മീനാണെന്ന്. അപ്പൊ ഓലൊക്കെ സേവിങ്സ്. അപ്പൊ ഇതോടെ മീന് 3 എണ്ണം, അതിൽ 2 എണ്ണം ചത്തു, 1 ജീവനോടുണ്ട്. നിങ്ങളും കാണില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ മീനൊന്നും എടുത്ത് കാണിക്കടാറുണ്ട്. ചെക്ക റെസിനെ പൊടി ബക്കറ്റിലിട്ട് കലക്കണ വള്ള ബക്കറ്റിനാണ് പിടിച്ച് 4 കലക്കല്. മീൻ പിന്നെയും ചത്തു ഗൈസ്. അപ്പോഴാണ് ശരിക്കും ചത്ത്. ഞാൻ കാണിച്ചില്ല. പിന്നെ ഓല അതിനെടുത്ത് പൊരിച്ചാൻ പോയി ഗൈസ്.